തമിഴ്നാട്ടിൽ TVK മന്ത്രിസഭയിലേക്ക് 2 പാർട്ടികൾ കൂടി. മുസ്ലിം ലീഗിന്റെയും VCKയുടെയും അംഗങ്ങൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് അടക്കം 35 പേരടങ്ങുന്ന TVK സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരത്തിലെത്തി. കളം മാറിയ പാർട്ടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി DMK രംഗത്തെത്തി. അസൻസാ, മുഹമ്മദ് യാസീൻ, ഷാജഹാൻ എന്നും തമിഴ്നാട്ടിലെ മന്ത്രിസഭയുടെ ചരിത്രം തിരുത്തുന്നതാണ് ഈ സത്യപ്രതിജ്ഞകൾ. ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാതെ മന്ത്രിമാരുണ്ടാകില്ലെന്ന കീഴ്വഴക്കം മാറുകയാണ് ഇവിടെ മുതൽ. കോൺഗ്രസിന് പിന്നാലെയാണ് മുസ്ലിം ലീഗും VCKയും മന്ത്രിസഭയിൽ അംഗങ്ങളാകാൻ തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന്റെ പാപനാശം MLA AM ഷാജഹാൻ, VCKയുടെ ദിണ്ടിവനം MLA വണ്ണി അരസ് എന്നിവരാണ് ഇന്ന് അധികാരമേറ്റ മന്ത്രിമാർ. മുസ്ലിം ലീഗിന് ന്യൂനപക്ഷ ക്ഷേമവും VCKയ്ക്ക് സമൂഹനീതി വകുപ്പുമാണ് നൽകിയത്. ആദ്യ ദ്രാവിഡർ വെൽഫെയർ ആൻഡ് ഹിൽ ട്രൈബ്സ് വകുപ്പാണ് സമൂഹനീതി വകുപ്പായി പുനർനാമകരണം ചെയ്തത്. DMK മുന്നണിയിൽ നിന്ന് വിജയിച്ച് TVK പക്ഷത്തേക്ക് പോയ മുസ്ലിം ലീഗ് VCK പാർട്ടികളെ DMK അതിരൂക്ഷമായി വിമർശിച്ചു. തങ്ങൾ വെള്ളവും വളവും നൽകി നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞുവെന്ന് DMK നേതാവ് A. രാജ എക്സിൽ കുറിച്ചു. അധികാരം മാത്രം ലക്ഷ്യമിട്ടാണ് ഈ മാറ്റമെന്നും DMK കുറ്റപ്പെടുത്തി. പുതിയ മന്ത്രിമാർക്ക് അഭിനന്ദനം അറിയിച്ച DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കേണ്ടതില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി മുന്നോട്ടു പോകാമെന്നും എക്സിൽ കുറിച്ചു. TVK സർക്കാരിന് പിന്തുണ നൽകിയ അണ്ണാ DMK MLAമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുതിർന്ന നേതാക്കളായ CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിൽ 25 പേരാണ് TVKയ്ക്ക് പിന്തുണ നൽകിയത്. മന്ത്രിസഭ വിപുലീകരണം പൂർത്തിയായ സാഹചര്യത്തിൽ അണ്ണാ DMK വിമത വിഭാഗത്തിന്റെ കാര്യം ആശങ്കയിലായി. CV ഷൺമുഖം രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.